മക്കളെ, ഞാൻ ഇന്നലെ മുതൽ കാസർഗോഡ് നിന്നുള്ളൊരു ന്യൂസിൻ്റെ പിന്നാലെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ജിന്നുമ്മ. എങ്ങനെയുണ്ട് ജിന്നുമ്മ? ഇത് മറ്റേ തൊപ്പി പറഞ്ഞ റീൽസ് കളിക്കുന്ന ജിന്നുമ്മയല്ല. ഇത് റിയൽ വേൾഡിൽ ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കുന്ന ജിന്നുമ്മ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോട്ടോ, ജിന്നുമ്മയുടെ ഫോട്ടോ. ഓക്കെ, ജിന്നുമ്മയുടെ കൂടെ നിൽക്കുന്നവർ അതിന് വലിയ ഉടായ്പ്, ആകെ മൊത്തം ഉടായ്പ് ടീമാണ്. കാസർഗോഡുള്ള ഒരു ബിസിനസ് മാനെ കൊന്നു. ഓക്കെ, കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുൾ ഗഫൂർ ഹാജി എന്ന പേരിലുള്ള, പുറത്തൊക്കെ വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് ചില്ലറക്കാരല്ല കേട്ടോ, ഏകദേശം 600 പവനാണ്, 596 പവൻ ഗോൾഡ് ഇവരടിച്ചു മാറ്റി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഈ അബ്ദുൾ ഗഫൂർ ഹാജിക്ക് എവിടുന്നടി 55 വയസ്സുള്ള ഈ ഒരു ബിസിനസ്സുകാരന് 600 പവൻ സ്വർണം എന്നുള്ളതൊക്കെ ഉണ്ടാവും കയ്യിൽ. സംഗതി വേറെ ഒന്നുമല്ല, അങ്ങേരുടെ റിലേറ്റീവ്സ്, ഫാമിലി ആൻഡ് റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ സ്വർണം 5 പവൻ 10 പവൻ 20 പവനൊക്കെ ആയിട്ട് മേടിച്ചിട്ട് ഇത് ജിന്നുമ്മക്ക് കൊടുത്തിട്ട് ജിന്നുമ്മ ഇത് ഇരട്ടിപ്പിച്ചു കൊടുക്കും. പൈസ ഇരട്ടിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്, സ്വർണ്ണം ഇരട്ടിപ്പിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ജിന്നുമ്മയുടെ അകത്തുള്ള ജിന്ന് എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരില്ല, പാത്തുക്കുട്ടി എന്ന് പറഞ്ഞാൽ കന്നഡ യങ് ഗേൾ, മലയാളം പറയുന്ന കന്നഡ യങ് ഗേളാണ് ജിന്നുമ്മയുടെ അകത്തുള്ള ജിന്ന്. അങ്ങനെ ജിന്നുമ്മ ഗഫൂർ ഹാജിയുടെ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്ന സമയത്ത് ചികിത്സയുടെ ഭാഗമായിട്ട് ഇവരെ വീട്ടിൽ കയറി കൂടുകയും, അങ്ങനെ ജിന്നുമ്മ എന്ത് ചെയ്ത് ഇവരെ മെല്ലെ ഈ ട്രാപ്പിലേക്ക്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിൽക്കാൻ പറ്റിയ പരിപാടി എന്താ? മതം, ആത്മീയത, സെയിം സ്കീം. ഓക്കെ, അപ്പോൾ ആത്മീയമായ തട്ടിപ്പ്, മതപരമായ തട്ടിപ്പ്, അങ്ങനത്തെയൊക്കെ പരിപാടിയാണ് എന്തായാലും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജിന്നുമ്മയാണെങ്കിൽ ക്രോസ് ബ്രീഡാണ്, മനസ്സിലായോ? ജിന്നുമ്മ എന്നുള്ള പേരും സ്വർണം നാട്ടുകാരെ ഇന്ന് ഇതേമാതിരി ഊപിച്ച് വാങ്ങുന്നത്, കൊണ്ടുപോയി വെക്കുന്നത് ഏതോ ദേവിക്കോ കാളിക്കോ എങ്ങാണ്ട് സമർപ്പിക്കുന്നു, എന്നിട്ട് അത് ഇരട്ടിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ്. പിന്നെ നിധി, അതാണ് അടുത്തൊരു സംഗതി. കാസർഗോഡ് ഭാഗത്ത് 36 ഇറങ്ങി തിരിച്ച് കുറേ വീടുകളിൽ ചെന്ന് ആളുകൾക്ക് നിധി എടുത്തു കൊടുക്കുന്ന ഒരു തരം ഉടായ്പ പരിപാടി ഇവർ കാണിച്ചു. ഞാൻ ഈ ജിന്നുമ്മേനെ കുറിച്ച് ഞാൻ ഇത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ന്യൂസിൻ്റെ പിന്നാലെ മുതൽ ഇന്നലെ ഇരിക്കാൻ കാരണം, ഞാനിത് ആദ്യം കേൾക്കുന്നത് നമ്മുടെ പബ്ലിക് കേരള കാദർബായിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ കാദർബായിൻ്റെ നാടാണല്ലോ കാസർഗോഡ്. കാദർബായി എന്നോട് ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ ജിന്നുമ്മാൻ്റെ അവിടെ നമ്മൾ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയിരുന്നു ഒരു 5-6 കൊല്ലം മുമ്പ്, ഇവർ ഈ ആത്മീയ തട്ടിപ്പിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര സ്റ്റോറിയാണ് സായി എന്നൊക്കെ. ഞാൻ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ആ വീഡിയോസ്, ജിന്നുമ്മാൻ്റെ ഇങ്ങനെ ചെയ്ത വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടത്. അതായത് ഇങ്ങേര് ജിന്നുമ്മ ഉള്ള സ്ഥലത്ത് ചെന്ന് ഇവരുടെ ഏതൊരു എഡിറ്ററെ കാണാനില്ല, ആ എഡിറ്റർ കൂടെ ഉണ്ട്, പക്ഷേ ഇവർ ജിന്നുമ്മാനോട് പറഞ്ഞ എഡിറ്ററെ കാണാനില്ല, കണ്ടുപിടിച്ച് തരണം എന്ന് പറയുമ്പോൾ ഈ തള്ളയിരുന്ന് തള്ളുന്നുണ്ടേ. കാഞ്ഞങ്ങാട്ട് ജിന്നുമ്മയുടെ വീട് തേടി ഒരുപാടൊന്നും ഞങ്ങൾക്ക് അലിയേണ്ടി വന്നില്ല. എല്ലാവർക്കും പരിചിതമായ മുഖം. ഞങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു പോയി, ഇനി വല്ല കഴിവും ജിന്നുമ്മയുടെ കയ്യിൽ ഉണ്ടോ എന്ന് പോലും. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു. 2 യുവാക്കൾ പറഞ്ഞു തന്ന വഴിയിലൂടെ ജിന്നുമ്മയെ കാണാൻ ഞങ്ങളെത്തി. പുറത്ത് വാഹനം നിർത്തിയതിനു ശേഷം നടന്നുകൊണ്ട് ജിന്നുമ്മയുടെ വീടിനടുത്തേക്ക് ഞങ്ങൾ ചെന്നു. ഇരുനില വീടിന് മുന്നിൽ വൃദ്ധയായ ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടു. ഗൗരവത്തോടെയായിരുന്നു ആ സ്ത്രീ ഞങ്ങളോട് കാര്യങ്ങൾ തിരക്കിയത്. ഒടുവിൽ ഞങ്ങളോട് അകത്ത് കയറിയിരിക്കാനും ആവശ്യപ്പെട്ടു. ജിന്നുമ്മയുടെ റൂമിൽ കയറിയിരുന്ന ഞങ്ങൾ ചുറ്റുപാടും കണ്ടൊന്ന് ഞെട്ടിപ്പോയി. ഒടുവിൽ ഒരു ശബ്ദത്തോടു കൂടി ജിന്നുമ്മ റൂമിൽ കയറിയിരുന്നു. കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചു. പബ്ലിക് കേരളയുടെ മീഡിയ എഡിറ്ററിനെ കാണാനില്ല എന്നായിരുന്നു ഞങ്ങൾ അവരോട് പറഞ്ഞത്. എന്നാൽ ആ സമയം മീഡിയ എഡിറ്റർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എല്ലാം അറിയാമെന്ന ഭാവത്തിൽ ജിന്നുമ്മ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. കല്യാണം കഴിച്ചതാ? കല്യാണം എന്നൊരു ഫുൾ പോരാ, കല്യാണം കഴിക്കാൻ കാരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടെ ഒരു കുടുംബമുണ്ട്. ഇങ്ങോട്ടേക്കിന് വരണത് ഒന്നുമില്ല. എനിക്ക് ഈ കുട്ടിക്ക് ഒരേ ഉമ്മ ഉപ്പ എന്നത് യാതൊരു ബന്ധം ഇല്ല, നിലവിലില്ല. ഇല്ല, എന്തെങ്കിലും അതിന്റെ വയറിൽ എന്തോ കൈവശം പോലെ എന്തോ സാധനം കടത്തി വിട്ടിട്ട് തലവര് ക്ലിയറിലാക്കി കൊടുത്തിട്ട് ആരുമില്ല. അവർക്ക് ഈ പറയപ്പെട്ട നാട്ടിലെ നഗരമില്ല, ആളുമില്ല, ഒന്നുമില്ല. ഓൻ്റെതായ ഇപ്പോഴത്തെ ലോകം മാത്രം. പക്ഷെ ഒന്നും ആയിട്ടില്ല കേട്ടോ, ആള് വെച്ചിട്ടൊന്നുമില്ല, വേറെ ചതിയിലൊന്നും പെട്ടില്ല. പക്ഷെ ഇവനാടെ ഈ ജോലിക്ക് പോയപ്പോൾ ഒരു സ്ഥിരപ്പെട്ട ജോലിയൊന്നും ചെയ്തിട്ടില്ല കുട്ടി. ഇനി ഈ പറയുമ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന പോലെ ഇല്ല. ഇങ്ങനെ സാധാരണ ഇപ്പൊ പുള്ളന്മാരിലൊക്കെ ചരക്ക് കടയിൽ, മറ്റേ ജ്യൂസ് കടയിൽ, പിന്നെ ഈ ഇതെല്ലാം വിൽക്കുന്നില്ല, ബിസ്ക്കറ്റ് ഇതെല്ലാം
നിങ്ങളെ കാപ്പി വെള്ളല്ലേ അങ്ങനത്തെ പണിയെടുത്തു. ഒരു സ്ഥിരപ്പെട്ട ഒരു പണിയോ യോനിപ്പ് കിട്ടുന്ന ഞാൻ ബംഗളൂർ വെറും ഒറിജിനൽ കളവാണ്. ഒരു സംഭവമേ ഇല്ല, അവന്റെ പേരേ ഇല്ല, ഞാൻ ബംഗളൂർ പോയിട്ടേ ഇല്ല. ആ നാടൊരു സെറ്റ് അടുത്ത് ബംഗളൂർ കച്ചവടം വെച്ച് കാണുന്നില്ല. ഉള്ളത് ആ ഭാഗത്ത് തന്നെ കൊല്ലം. എപ്പടി അതായത് എഡിറ്റർ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് പോയിട്ട് എഡിറ്റർ അവരെ കൂടെ ഉണ്ട്. പക്ഷെ ആ കൂടെ ഉള്ള ആളെ ജിന്നുമ്മ കൊല്ലത്തേക്ക് അയച്ചു. ഉപ്പിയും ഉമ്മയും തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ട്, അത് മാറണമെന്നുണ്ടെങ്കിൽ ജിന്നുമാനെ കൊണ്ടുപോകണം വീട്ടിലേക്ക് എന്നുള്ള സ്കീമിലൊക്കെ കാര്യങ്ങൾ. അവരുടെ നാട്ടിൽ ചില ജ്യോത്സ്യന്മാരുടെ ഏറുണ്ട്. ഓക്കെ, അവരിങ്ങനെ എറിഞ്ഞിടും. ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ ഇപ്പം ഇങ്ങനെ ഒരാളെ കാണാൻ പോലും. ഇപ്പം മനുഷ്യന് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിനെയും ഈ പറഞ്ഞ ജ്യോത്സ്യന്മാരെയും പള്ളിയിലച്ഛനെയും ഉസ്താദിനെയും ഇങ്ങനത്തെ ജിന്ന് ടീമിനെയൊക്കെ പോയിട്ട് ഇവർ കാണാറ്. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും വിശ്വാസം നല്ലതാണ്, മതവിശ്വാസം ഓക്കെ ഫൈൻ. പക്ഷെ ആ അമിതമായ വിശ്വാസം, അതിലൂടെ വരുന്ന കുറേ പ്രശ്നങ്ങൾ, നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഒരുപാട് പേരും ചുറ്റുമുണ്ട്. ഓക്കെ, ഇപ്പം ഇതന്നെ നിങ്ങൾ ആലോചിച്ചേക്ക്, ഈ ജിന്നുമ്പ 5 കൊല്ലം മുന്നേ എക്സ്പോസ് ആയതാണ് പബ്ലിക് കേരളയിലൂടെ. പക്ഷെ ആളുകൾ സ്റ്റിൽ അവരെ വിശ്വസിക്കുകയാണ്. ഓക്കെ, അവരെ തട്ടിപ്പൊന്നും മനസ്സിലാവാതെ ഭയമാണ് ആളുകൾക്ക്. ദൈവം, ഭക്തി ഇതൊക്കെ പറയുമ്പോൾ ഭയമാണ്. ആ ഭയം ചൂഷണം ചെയ്യാൻ ഒരു കൂട്ടം ഈ ജിന്നുമ്മയെ പോലെയുള്ള ആളുകൾ ഇറങ്ങിത്തിരിക്കും. അവർക്ക് അപാരമായ കഴിവുകളുണ്ട്, അവർ സൂപ്പർ നാച്ചുറലാണ്. ഓക്കെ, ജിന്നുമായിട്ടും ദൈവമായിട്ടൊക്കെ അവർക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനത്തെ തൈര് പരിപാടി പറഞ്ഞ് കുറേ ആൾക്കാർ ഇറങ്ങും. അതിൽ പോയി പെടാൻ ഓരോ ടീമുകളും. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാൻ അറിഞ്ഞിടത്തോളം ഈ മരിച്ച വ്യക്തി ഇയാൾ നല്ല പൈസക്കാരനാണ് ആ നാട്ടിൽ എല്ലാവരും പറയുന്നു. അബ്ദുൽ ഗഫൂർ ഹാജി എന്ന് പറഞ്ഞ 55 വയസ്സുള്ള ഈ വ്യക്തി നല്ല പൈസക്കാരനാണ്. പൂച്ചക്കാട്, കാസർഗോഡ് ഭാഗത്ത്, ഗൾഫിലൊക്കെ നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ. എന്നിട്ടും ഇനി അയാൾക്ക് പൈസ ഇരട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കണമല്ലോ ഈ ജിന്നുമാക്ക് ഈ ഗോൾഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക. മനുഷ്യൻ്റെ ആർത്തി. ഓക്കെ, മരിച്ചു പോയതാണ് എന്നാലും പറയുമ്പോൾ ചിലർക്കൊക്കെ സങ്കടം വരും. എന്നാലും മനുഷ്യൻ്റെ ആർത്തിയല്ലേ, ആർത്തി ആണ്. ഓക്കെ, പിന്നെ ഈ കാര്യത്തിലേക്ക് വരാം. ഈ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം നടക്കുന്നത് ഒരു റംദാൻ മാസം ആ ടൈമിലാണ്. 25th ഡേ, അത് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഇയാൾ കൊല്ലപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊന്നും ആദ്യം ചെയ്തില്ല. കാരണം കുറച്ച് പുലർച്ചെയാണ് ആളെ അങ്ങനെ മരിച്ചതായിട്ട് കാണുന്നത്. ഇയാളുടെ മരണ ദിവസം ഇയാൾ മുൻകൂട്ടി ജിന്നുമ്മ വരും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഇയാളുടെ ഭാര്യേനെയും ബാക്കി ടീംസിനെയൊക്കെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. April 24, 2023 ഈ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വീട്ടുകാരെന്ത് ചെയ്തു, ഇയാൾ മരിച്ചു കിടക്കുന്നു, പുണ്യ ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്, റംദാൻ മാസമാണ്, 25th ഡേ ആണ്. അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഖബറടക്കം ചെയ്യുന്നു. അപ്പോഴൊന്നും ആർക്കും സംശയവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പം ന്യൂസിലും കാര്യത്തിലൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് വീട്ടുകാർക്കൊരു സംശയവും കാര്യവും വന്നില്ല? കാരണം ദേഹത്ത് ആദ്യമായിട്ട് കണ്ട പലരും ഇയാളുടെ ദേഹത്തൊക്കെ നീല കളറും കാര്യങ്ങളും ഒരു അടി കിട്ടിയ പോലത്തെ പാടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്താണെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് April 27, 2023 ആയപ്പോഴത്തേക്ക് ഇത് റീപോസ്റ്റ്മോർട്ടത്തിന് എടുക്കുകയാണ് ബന്ധുക്കളുടെ അഭ്യർത്ഥന പ്രകാരം. അപ്പോഴാണ് ഹെഡ് ഇഞ്ചുറി, തലയ്ക്കുണ്ടായൊരു ഇഞ്ചുറി ശ്രദ്ധയിൽ ഇവർക്ക് പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഇവർ പുറത്തെടുക്കാനും പോസ്റ്റ്മോർട്ടം നടത്താനും ഉണ്ടായ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഹാജി മരിച്ചതിന് ശേഷം, ഗഫൂർ ഹാജി മരിച്ചതിന് ശേഷം ഇവരെ വീട്ടിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ കുറേ ബന്ധുക്കൾ വരികയാണ് സ്വർണം ചോദിച്ചിട്ട്. അബ്ദുൽ ഹാജിക്ക് സ്വർണം കൊടുത്തിട്ടുണ്ട്, മരിച്ചല്ലോ ആൾ, ഇനി ഞങ്ങളെ സ്വർണം എന്ത് ചെയ്യും? അങ്ങനെ വന്ന ആളുകളുടെ കണക്ക് കൂട്ടിയപ്പോഴാണ് ഈ ഹാജിയുടെ മകന് മനസ്സിലായത് 10-600 പവൻ ഇങ്ങേര് മേടിച്ചിട്ടുണ്ട് കൂട്ടക്കാരെയും കുടുംബക്കാരെയും കയ്യിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്ത് ചെയ്തു എന്നുള്ളത് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്കോ എല്ലാവർക്കും ഇങ്ങനെ ഈ മകൻ പോയി കേസും കൊടുത്തു. ഷാർജയിൽ ബിസിനസ് നടത്തുന്ന അബ്ദുൽ ഗഫൂറിനെ 2023 April 14 കാസർഗോഡ് പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിന്നുമ്മ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി കൂളിക്കുന്ന് സ്വദേശി KH ഷമീന, ഭർത്താവ് ഉളിയത്തെടുക്ക സ്വദേശി ഉബൈസ്, പൂച്ചക്കാട് സ്വദേശി അസ്നിഫ, കൊല്ല സ്വദേശി ആയിഷ എന്നിവരാണ് കൊലപാതകത്തിന് പിടിയിലായത്. ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ DYSP KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സ്വർണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് സംഘം മന്ത്രവാദം നടത്തി. ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് കൊലപാതകം. 596 പവൻ സ്വർണം മന്ത്രവാദ സംഘം തട്ടിയെടുത്തെന്നാണ് കണ്ടെത്തൽ. പൂച്ചക്കാട്ടെ വീട്ടിൽ വെച്ച് തല ചുമരിലിടിപ്പിച്ച് കൊല്ലുകയായിരുന്നു. നേരത്തെ സ്വാഭാവിക മരണമാണെന്നാണ് ബന്ധുക്കൾ കരുതിയിരുന്നത്. പിന്നീട് സ്വർണം നഷ്ടമായെന്ന് അറിഞ്ഞതോടെ പോലീസിൽ പരാതി നൽകി. ബേക്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പ്രതികളെ പിടികൂടാനായില്ല. പോലീസിനുമേൽ ഉന്നതങ്ങളിൽ സമ്മർദ്ദമുണ്ടായതായി ആക്ഷൻ കമ്മിറ്റി ആരോപിക്കുന്നു. ഞങ്ങൾ അന്നു മുതൽ ഇതൊരു കൊലപാതകമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് ശരിയായൊരു ഉത്തരം ഇന്ന് ലഭിച്ചിരിക്കുകയാണ്.
തട്ടിയെടുത്ത സ്വർണം അറസ്റ്റിലായ ആയിഷ മുഖേന വിവിധ ജ്വല്ലറികളിൽ വിറ്റതായാണ് സൂചന. സംഘം കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ആക്ഷൻ കമ്മിറ്റി ഭയങ്കര സ്ട്രോങ് ആയിരുന്നത് കൊണ്ട് ഇപ്പം കേസും കാര്യങ്ങളും എന്താണെങ്കിലും തെളിഞ്ഞ് ഈ പറഞ്ഞ ജിന്നുമ്മ ആൻഡ് അതർ ടീം അകത്തായിട്ടുണ്ട്. ഇവിടെ 1-2 കാര്യങ്ങൾ എൻ്റെ ഒരു പേഴ്സണൽ ഡൗട്ട് ഞാൻ പറയാം. നല്ല ബിഗ് ഷോട്ടാണ്, നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ബിഗ് ഷോട്ടാണ് ഈ മരിച്ച വ്യക്തി. ഇയാളുടെ ഭാര്യ അസുഖമായിട്ട് കിടക്കുമ്പോഴാണ് ഇയാൾ ഈ ജിന്നുമ്മ എന്ന് പറഞ്ഞൊരു ടീമിനെ അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഓൾറെഡി ഭാര്യ അസുഖവും കാര്യങ്ങളുമായിട്ട് കിടക്കുന്നു. കൊറോണയുടെ ആ ഒരു സമയം നാട്ടുകാർക്ക് ചാരിറ്റി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് പൊതുവേ ഇയാൾ. പൈസയുണ്ട്. എന്നിട്ടും അയാൾക്ക് ഈ സ്വർണം ഇരട്ടിക്കണം അല്ലെങ്കിൽ സ്വർണം ഇരട്ടിപ്പ് വേണമെന്ന് പറയുമ്പോൾ ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യനെ ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറൂല. പിന്നെ ഈ സ്വർണം അന്വേഷിച്ച് പിന്നെ വന്ന കുടുംബക്കാർ, ഇപ്പം എന്നെ വിശ്വസിച്ചിട്ട് ആളുകൾ ചിലപ്പോൾ പൈസയോ സ്വർണ്ണമോ തരുമായിരിക്കും, പക്ഷെ അത് എന്തിനെന്നുള്ളൊരു ചോദ്യം വരില്ലേ. ഇപ്പം ഞാൻ നാട്ടിൽ അത്യാവശ്യം നല്ല പൈസ ഉള്ള ഒരാളാണ്, എനിക്ക് നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ പറ്റിക്കുക ആളുകളെ. ഇപ്പോൾ ഞാൻ ഗൾഫിലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ്, അതിൻ്റെ ഷെയറിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണമോ പൈസയോ താ. പക്ഷേ ഇവിടെ സ്വർണ്ണമാണ് മേടിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും ഒരു കുടുംബക്കാരും തമ്മിൽ ഇയാൾ സ്വർണ്ണം വാങ്ങുന്നത് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കൃത്യമായി പോലീസ് അന്വേഷിച്ചാൽ ഈ കുടുംബക്കാരുടെ ഇടയിലും ഇത് അറിയുന്ന ആളുകൾ കാണും, അവരുടെ ആർത്തി മൂത്തിട്ട് അവർ പറയാതിരിക്കുകയായിരിക്കും. മനസ്സിലായോ? 5 പവനും 10 പവനും 20 പവനും. ഇപ്പം ഞാൻ ഒരാളുടെ എൻ്റെ കുടുംബക്കാരെ കയ്യിൽ നിന്ന് ഏകദേശം 12 പേരുടെ കയ്യിൽ നിന്ന് ഇയാൾ സ്വർണ്ണം വാങ്ങിയെന്ന് പറയുന്നത്. ഈ 12 കുടുംബക്കാരും നമ്മൾ കണ്ടിട്ടില്ല ഇയാൾ സ്വർണ്ണം വാങ്ങിയതിൻ്റെ ഇടയിലൊന്നും. അതെനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വർണം മേടിച്ചിട്ട് ഇരട്ടിപ്പിച്ച് ഇത് തിരിച്ചു കൊടുക്കുന്ന ജിന്നുമ്മ. ഓക്കെ, ഈ ജിന്നുമ്മക്ക് ഈ 597-600 പവൻ കൊടുത്തിട്ട് ഇത് ഇരട്ടിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴായിരിക്കുമല്ലോ ഇവിടെ പ്രശ്നവും കച്ചറയും ഉണ്ടായിട്ടുണ്ടാവുക. മനസ്സിലായ? അപ്പോഴാണല്ലോ ഈ തല പിടിച്ചിടിക്കലും സ്വർണം തിരിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനെ പിടിച്ച് കൊല്ലലും ഉണ്ടായിട്ടുള്ളത്. അവിടെയുള്ള എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജിന്നുമ്മാനെ കുറിച്ച് ഒന്നും അറിയാതെ ഇയാൾ എങ്ങനെ ഇത് സ്വർണം കൊടുക്കാൻ റെഡിയായി? അപ്പം അവിടെ എന്താണ് ആത്മീയത, ജിന്ന്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരാളെ വിശ്വസിപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്ന കാശുള്ളവനും പഠിപ്പുള്ളവനുമാണ്. കയ്യിൽ കാശില്ലാത്തവനും ഇതിൽ പോയി പെട്ടിട്ടൊരു കാര്യമില്ല. പഠിപ്പും വിദ്യാഭ്യാസമുള്ള ഇതിനെക്കുറിച്ച് വലിയ പിടുത്തവുമില്ല. മനസ്സിലായോ? അപ്പം കാശുള്ളവനും വിവരവും ബുദ്ധിയും ലോകം കണ്ടവരുമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ആത്മീയമായ തട്ടിപ്പുകളിൽ പോയി പെടുന്നത്. ഇതെന്നാൽ അത് വലിയ ക്ലിയർ അല്ലേ? ഇനി ഈ ജിന്നുമ്മ അപാര കള്ളിയാണ്. ജിന്നുമ്മ സ്മാർട്ട് ഗേൾ. ജിന്നുമ്മയുടെ ഒരു വോയിസ് ഉണ്ടായിരുന്നു, ഒരു വാട്സാപ്പ് വോയിസ് ഉണ്ടായിരുന്നു. ഈ അന്വേഷണവും കാര്യവും ആക്ഷൻ കമ്മിറ്റിയൊക്കെ ആയ ടൈമിൽ ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് നാട്ടുകാരെ, ഞാൻ ആരാ മോള് നിങ്ങൾക്ക് അറിയൂ, നിങ്ങൾ അങ്ങനെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനാണ് ഗഫൂർ ചാനക്കുള്ള ജിന്നുമ്മ എന്ന് പറയുന്ന ആള്. ഈ വോയിസ് ഇട്ട ആൾ ആരാന്ന് അല്ല ആർക്കാന്ന് നമ്മൾ കാണണ്ടേ? നമ്മൾ നാട് വിട്ടിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ എൻ്റെ പുരയിൽ തന്നെ ഉണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിന് പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. പോലീസുകാർ അന്വേഷിക്കുമല്ലോ. അതുകൊണ്ട് ആർക്കാന്ന് എന്താണെന്ന് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ പുരക്കേക്കോ എനിക്ക് ആര് പുരക്കേക്ക് വരുന്ന ഒരു പ്രശ്നമില്ല. നിങ്ങൾ വന്നോ, ഏതെല്ലാം പുരക്ക് പോയിനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആളെ തപ്പിയിട്ട്. ഞാൻ എല്ലാ പുരയും ഞാൻ 8 വർഷത്തോളമായിട്ട് ഞാൻ പൂച്ചക്കാട് നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ആരാന്ന് പിന്നെ ആർക്കാന്ന് അറിയേണ്ടത്, ഞാൻ എവിടെല്ലാം പോയിനി എന്തെന്നുള്ളത്. പിന്നെ മുട്ടും തലേന്ന് ഒരു 4 ലക്ഷം ഉറുപ്പ വാങ്ങിയത്, പിന്നെ അത് അല്ല 7 ലക്ഷം ഉറുപ്പൻ്റെ അടുത്തോളം ഞാൻ തട്ടിപ്പാക്കിയിട്ട് എനിക്ക് കേസായത്. എല്ലാം മുട്ടും തലയിൽ ആരടുത്ത് പോയിനി, എന്ത് പോയിനി, എത്ര ലക്ഷം വാങ്ങിനി, അതല്ല ഓരോരോ പുരയിൽ നിന്ന് ഞാൻ എത്ര ലക്ഷം വാങ്ങിനി, എല്ലാം ഉള്ളത് പിന്നെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആളെ തപ്പിയിട്ട് ബുദ്ധിമുട്ടണ്ട, ഞാൻ എന്നെ കാണിച്ചു തരാം. ഞാൻ എൻ്റെ പുരയിലുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എൻ്റെ പുരക്കേക്ക് വരാം. അല്ലാതെ ഇങ്ങനെ ഞാൻ അറിയാണ്ട് എന്നോട് അന്വേഷിക്കാണ്ട് എന്നെ ഇതാക്കിയിട്ട് പറയണ്ട. കാരണം നിങ്ങൾക്ക് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഞാൻ വരും. എനിക്ക് ഒരു പേടിയില്ല, ഞാൻ വരും. ഞാൻ പറയും ഗഫൂർ ചായിട്ട് ഞങ്ങൾ നല്ല ബന്ധം ഉണ്ടായിനി, ഇല്ലാതെ ഞാൻ പറയുന്നില്ല, നല്ല ബന്ധം ഉണ്ടായിനി. എൻ്റെക്കും വേണ്ട തെളിവും കാര്യമെല്ലാം എൻ്റെക്കും ഉണ്ട്. ഞങ്ങൾക്കത് ഏത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിക്കാൻ എനിക്ക് പേടിയില്ല. ഞാൻ ഈ ഇത്ര ദിവസം, അതായത് എന്നെ നോമ്പ് തുറക്കാൻ വരെ എന്നെ സമ്മതിച്ചിട്ടാ. നോമ്പ് തുറക്കാൻ വരെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു പെരുന്നാൾക്ക് വരെ ഒരു ഡ്രസ്സ്, എൻ്റെ മക്കൾക്ക് ഒരു ഡ്രസ്സ് വരെ വാങ്ങാൻ തമ്പിച്ചിട്ട്. അതുമല്ല എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നുള്ളതാണ്. എൻ്റെ മക്കൾക്ക് ഇനി സ്കൂളിൽ പോകണം, മദ്രസയിൽ പോകണം. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞെങ്കിൽ 10-18 വയസ്സായ മോളുണ്ട്. അതുകൊണ്ട്
ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ആർക്കാന്ന് എന്നെ കാണേണ്ടത്? ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരും. നിങ്ങൾ കഷ്ടപ്പെടണ്ട. ഞാൻ ഏത് പെരക്ക് പോയിട്ടുണ്ടാവും നാട്ടുകാർ പറയുന്നത്. ഓരോരോ പെരക്ക് പോയ ഓരോരോ ആളടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങൾക്ക് അവരോട് ചോദിക്കുക, ഞാൻ ഒരിടത്തും പോയിട്ട് ഞാൻ ജിന്നുമ്മ, ഞാൻ അങ്ങനെ എനിക്ക് ഇത്ര കഴിവുണ്ട്, ഇങ്ങനെ കഴിവുണ്ട് എന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. അത് എനിക്ക് തെളിയിക്കാനുള്ള കഴിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇത്ര ദിവസം ഞാൻ മുണ്ടാണ്ട് നിന്നത് എന്താ, പോലീസായിട്ട് മുമ്പിലോട്ട് പോകുന്നുണ്ട്, അത് പോലീസുകാരനെ അന്വേഷിച്ചിട്ട് കണ്ടെത്തുന്നുള്ള നിലയിൽ ഞാൻ നിൽക്കുന്നുണ്ടതാണ്. പക്ഷെ ഇനിയും എന്നെ ചൊറിയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഉണ്ട് കുടുംബം. ഞങ്ങൾക്ക് അന്നതിച്ച് നല്ല മാപ്പിളയുണ്ട്, മക്കളുണ്ട്, എല്ലാം കുടുംബമുണ്ട്. അതുകൊണ്ട് എൻ്റെ നേർക്ക് വാ, അല്ലെങ്കിൽ ഞാൻ വരണേ അങ്ങോട്ടേക്ക് പൂച്ചക്കാടേക്ക് ഞാൻ വരാം. ഗഫൂർ ചേട്ടി ഞാൻ നല്ല ബന്ധം ഉണ്ടായിന്, ഞങ്ങൾ ഫാമിലി ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിന്, എല്ലാം ഉണ്ടായിന്. ഒരു മടിയില്ല പറയാൻ. ഗഫൂർ ഞങ്ങൾക്ക് ഇന്ന് വരെ ചാറ്റിംഗ് ആക്കിയ ചാറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾ പോയതുണ്ടാവും, വന്നതുണ്ടാവും, എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടായെങ്കിലും കാര്യമൊന്നുമില്ല. ജിന്ന് തള്ള ലാസ്റ്റ് പോലീസ് പൊക്കിയപ്പോൾ എല്ലാം പുറത്ത് വന്നു. ഗഫൂർ ചാനെ തട്ടി. ഈ ഗഫൂർ ചാനെ അപ്പം തട്ടി, ഇനി തട്ട് കൊടുക്കാതെ പറ്റിച്ചു പോയ എത്ര ആൾ രക്ഷപ്പെട്ടു പോയ, ജീവൻ കൊണ്ട് രക്ഷപ്പെട്ട കുറേ ആൾക്കാരുണ്ടാവില്ലോ ഇനി ഇവരെ കൂട്ടത്തിൽ. മനസ്സിലായ? ഇവർ വൻ സീനാണ്. ഇവർ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിനകത്ത് നിധി ഉണ്ട് എന്ന് പറയും. അത് രാത്രി സമയത്ത് എടുക്കണം എന്ന് പറയും. എന്നിട്ട് പുഴയിൽ കൊണ്ടുപോയി മുക്കണം എന്ന് പറയും. ഈ നിധി എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ ആരും അപ്പുറത്തും എന്തിനും സ്വന്തം കൂട്ടക്കാരോട് കുടുംബക്കാരോട് വെൽക്കം പറയാതെ എന്ത് ചെയ്യും, ഒളിപ്പിച്ച് വെക്കും. അത് ഇവർക്ക് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്. ചതിയിൽ പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പുറത്ത് പറയും. അതും പ്രത്യേകിച്ച് പൈസക്കാരും അത്യാവശ്യം നാട്ടിൽ അറിയപ്പെടുന്നവരൊക്കെ വൻ ചതിയിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ അവർ പുറത്ത് പറയില്ലട. ഈ ജിന്നുമ്മയുടെ മെയിൻ പരിപാടി അതായിരുന്നു. ഞാൻ ഈ ട്രാപ്പ് വേറെ പരിപാടി. എന്നാണ് ഈ പരട്ട തള്ള നല്ല രീതിയിൽ അവിടെ നാട്ടുകാരെ വഞ്ചിച്ചും മൂഞ്ചിച്ചും കുറേ വർഷം ജീവിച്ചു. പോലീസുകാർ കുറച്ച് സമയം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും കൃത്യമായ തെളിവുകളും കാര്യങ്ങളോടും കൂടിയിട്ട് ജിന്നിനെ പിടിച്ച് അകത്താക്കിയിട്ടുണ്ട്. ജിന്നിൻ്റെ വോയിസ് കണ്ടില്ല, ഇനിയുണ്ട്. അതുകൊണ്ട് എന്നെ പറ്റിയിട്ട് പറയുന്ന ഒരാളെ മുമ്പിലും വരാൻ എനിക്ക് ഒരു പേടിയില്ല. മനസ്സിലായ? ഞാൻ ഇത്ര സമയം ഞാൻ ബായി എന്താക്കി നിന്നത്, ഒരു പെരുന്നാൾക്ക് എല്ലാവരും മക്കളൊക്കെ ആഘോഷിക്കുന്നതിന് പകരമോ ഞാൻ എൻ്റെ മക്കൾക്ക് വരെ ഒരു ഡ്രസ്സ് എടുക്കാണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാണ്ട് പുരൻ്റെ ഉള്ളിൽ ഞങ്ങൾ നിന്നിട്ടുണ്ടായതാണ്. ഇനി ഞാനിത് പ്രതികരിക്കാണ്ട് നിന്നെങ്കിൽ ഞാൻ ഒരു പെണ്ണല്ലാതെ ഇപ്പോൾ അറിഞ്ഞാ. അതുകൊണ്ട് ആർക്കിതാരെ വോയിസ് ഇട്ടത്, വോയിസ് ഇട്ട ആളുവാ. ഞാൻ ഏതെല്ലാം പെരക്ക് പോയി 80% പെരക്ക് ഞാൻ പൂച്ചക്കാട് പോയിട്ടുണ്ട്. പൂച്ചക്കാട് മാത്രമല്ല, എല്ലാ പെരക്കും ഏകദേശം ബേക്കരം തൊട്ട് കാഞ്ഞങ്ങാട് വരെ, കണ്ണൂർ വരെ ഞാൻ പോയിട്ടുണ്ട്. എല്ലാ പുരയും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ആടുന്ന് ഏകദേശം ഒരു ഞാൻ പോയ പുര ഉണ്ടാവില്ല, ആടുന്ന് എന്നെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടെങ്കിൽ, ആടുന്ന് ഞാനിങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ നടപടിയെടുക്കാനും, അതല്ല ഗഫൂർ ചാൻ്റെ കാര്യത്തിൽ ഈ പൊന്നെന്നുള്ളത് തെളിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ തങ്ങ പൂച്ചക്കാട്ടെ, ഗഫൂർ ചായിട്ട് അടുപ്പുണ്ടായിരുന്നല്ലോ. ആ തങ്ങൾക്ക് കണക്ക് വെച്ചെങ്കിൽ അറിയുന്നില്ല ആരെ കയ്യിൽ പൊന്നുണ്ടത് എന്തായി എന്നുള്ളത്. തങ്ങളടുത്ത് എൻ്റെ അടുത്ത് വന്നാൽ തങ്ങളടുത്തും പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ തങ്ങളോടൊന്ന് കണക്ക് വെപ്പിക്കാമല്ലോ നിങ്ങൾക്ക്. പിന്നെ അപ്പോൾ തങ്ങവും പറഞ്ഞു തരുമല്ലോ എന്ത് സംഭവം എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ എനിക്കും ഇതറിയണം. കാരണം എനിക്ക് പേടിയില്ല. ഞാൻ ഒരു ഞാൻ തളരാൻ പോകുന്നുമില്ല. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങളോട് ഒരിക്കലും ഞാൻ നല്ലോള്, ഞാൻ അങ്ങനെയാണ്, ആലിമാന്ന്, ആബിദാന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്നിട്ടാണ് നിങ്ങളെ മുന്നിൽ, ആരെ മുന്നിലും. അതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല. പിന്നെ ഇന്നലെ എന്നെ അറസ്റ്റാക്കി, പിന്നെ നാട് വിട്ടിട്ട് പോയി. എനിക്ക് നാട് വിടേണ്ടയോ അറസ്റ്റാക്കിയിട്ട് പോകേണ്ടയോ ഒരാവശ്യം എനിക്കില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് പരിപൂർണമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ വരും പൂച്ചക്കാടേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വന്നോ. കാരണം എനിക്ക് 10, 17, 18 വയസ്സായ മോളാന്നുള്ളത്. എൻ്റെ മോക്ക് പുതിയ അപ്ലായിട്ടുണ്ട്. എൻ്റെ മോക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചെങ്കിൽ ഒരുത്തനെയും ഞാൻ പിടിയില്ല. ഞാൻ ഇനി മാനനഷ്ടത്തിനെതിരെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞാൻ ഇതാക്കുകയും ചെയ്യും. ഞാൻ ആരും ഭീഷണിപ്പെടുത്തുന്നതല്ല. ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. അറിഞ്ഞ ഏത് പൊന്നു മോനിക്ക് ധൈര്യമുണ്ട്. ജിന്നുമാക്ക് ധൈര്യമുള്ളതുകൊണ്ടാണല്ലോ ഒരാളെ തട്ടി. എന്നിട്ട് മറ്റേ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തില്ല, വീട്ടിനകത്തിരുന്നു. 18 വയസ്സുള്ള കുട്ടീൻ്റെ മാപ്പിളുണ്ട്, കല്യാണമുണ്ട്, ഉളുപ്പുണ്ടോ തള്ളയെന്നാണ് ചോദിക്കാനുള്ളത്. നാട്ടുകാരെ കൈ കിട്ടി. ഇന്നലത്തെയൊക്കെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തെളിവെടുപ്പിന് കൊടുത്തപ്പോൾ നാട്ടുകാരെ ഇന്ന് കഴിച്ചിലായതാണ് തള്ള. ഈ ചള്ളടിച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഇമാതിരി ചെറ്റത്തരം കാണിക്കുന്നതിന്. എന്താണ് ഈ മതത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും ഇങ്ങനെ ഊഞ്ഞ പരിപാടി കാണിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വർണം കൊടുത്ത ഈ ഒരു ഗഫൂർ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമായിരിക്കില്ല ഇതിനെക്കുറിച്ച് അറിവുള്ളത്. ഇവരെ കുടുംബത്തിലുള്ള ബാക്കി ആളുകൾക്കും ഇതിനെക്കുറിച്ചിട്ട് എന്തായാലും അറിവുണ്ടാവും. പിന്നെ സ്വർണത്തിൻ്റെ കണക്ക് എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയൊരു പരിപാടിക്കകത്ത് വെറും 600 500 ആയിരിക്കും എന്നുള്ളത്. അത്ര പവനൊന്നും ആവില്ല, അതിലും കൂടുതലൊക്കെ പറ്റിച്ചു കൊണ്ടുപോകാനുള്ള ചാൻസേ ഞാൻ കാണുന്നുള്ളൂ. ആൻഡ് ഈ പറ്റിച്ച സ്വർണം ഇവർ പല ജ്വല്ലറികളിലായിട്ട് കൊണ്ടുപോയി വിറ്റു എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കാസർഗോഡിൻ്റെ പുറത്തും
ഉള്ള കുറേ ജ്വല്ലറികളിൽ ഇവർ കൊണ്ടുപോയി വിറ്റു എന്ന് പറയുന്നു. അപ്പോൾ അത് കൃത്യമായി അന്വേഷിക്കണം. വല്ല ജ്വല്ലറിക്കാരുമായിട്ട് ഇവർക്ക് സ്ഥിരം ഇടപാടുണ്ടോ? ഇതേപോലെ ഇവർ വല്ലവരെയും കൊന്നും കട്ടും മോഷ്ടിച്ചും കൊണ്ടുവരുന്ന സ്വർണം എടുക്കുന്ന ഏതൊക്കെ ജ്വല്ലറിക്കാരാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ഒരു പാരലൽ സിസ്റ്റമായിട്ട് ഈ ഗോൾഡ് സ്മഗ്ലിംഗ് ടീംസ് എന്തായാലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേമാതിരി സ്വർണം പറിക്കുന്ന ടീമുകൾ, ഇതേമാതിരി വഞ്ചിച്ചും പറ്റിച്ചും കൊന്നും ആളുകളെ ഇന്ന് സ്വർണ്ണം എടുത്തു കൊണ്ടുപോയിട്ട് അതുവരെ എടുത്തിട്ട് ബിസിനസ് ആക്കുന്ന ആളുകൾ. സോ എന്താണെങ്കിലും ചെറിയ സ്വർണ്ണമല്ലേ, 10-600 പവൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് എങ്ങനെ വിറ്റു, ഏതൊക്കെ സ്ഥലത്തിലൂടെ വിറ്റ്, ഒരു ജ്വല്ലറിയിലൂടെ വിറ്റു, ആരൊക്കെ ഇത് വാങ്ങി, അവിടെ വാങ്ങിയവർക്ക് ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ അറിവ് ഉണ്ടായിരുന്നോ? പിന്നെ ഇവരുടെയൊക്കെ അക്കൗണ്ടുകൾ, ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ, അതിലുള്ള പൈസ, ഇവരൊരു വീട് വാങ്ങി കോടിക്കണക്കിന് രൂപയെന്ന് പറയുന്നു, കാറിൻ്റെ അടവൊക്കെ പെട്ടെന്ന് അടച്ചു തീർത്തു എന്ന് പറയുന്നു. അങ്ങനെ കുറേ സാധനങ്ങൾ ഇവർക്കെതിരെ എന്താണെങ്കിലും കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നിട്ടും ആത്മീയതയുടെയും ദൈവത്തിൻ്റെയും ജിന്നിൻ്റെയും മറുതേൻ്റെയും മറ്റേ എന്താ പറയുക പേര് പറഞ്ഞ്, പ്രേതത്തിൻ്റെ പേര് പറഞ്ഞു, ദൈവത്തിൻ്റെ പേര് പറഞ്ഞു, എല്ലാം ഇവിടെ മതപരമായി എന്ത് സാധനം എടുത്താലും കച്ചവടമാണ് ബേസിക്കലി. ഓക്കെ, അപ്പം ഇങ്ങനത്തെ തട്ടിപ്പുകളിൽ ചെന്ന് ദയവ് ചെയ്ത് വീഴാതിരിക്കുക. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു എരപ്പിലും നിങ്ങൾ വിശ്വസിക്കുക, ഒരു എരപ്പന്മാരെ നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസികളോടാണ് പറയുന്നത്, നിങ്ങൾ ജീവിക്കുന്ന ലോകത്ത് നിങ്ങളെ കുഴി ചാടിക്കാൻ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് പേര് ബിസിനസ് ചെയ്യാൻ നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഉടായ്പിലൊന്നും പോയി പെടാതിരിക്കുക. ഓക്കെ, പൈസയ്ക്കും സ്വർണത്തിനും ഒക്കെ മനുഷ്യൻ എന്തിനാണ് ജീവിക്കണേ? ബേസിക്കലി തിന്നണം, ഉടുക്കണം എന്നുള്ള രീതിയിൽ ജീവിക്കണം, പോകണം. അതിലും കൂടുതൽ ആർത്തി മൂത്ത് കഴിഞ്ഞാൽ പണിയാണ്. ഇങ്ങനത്തെ ഉടായ്പിൽ പോയി പെടും. ലാസ്റ്റ് കൊന്നു കഴുത്തും കൊണ്ട് ആരെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും നഷ്ടം. അതാണ് കൊള്ളടേ ജിന്നുമ്മ.